ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ അടുത്തൊരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ജോളോ ചിപ്സിന് ശേഷം നമ്മൾ അടുത്ത് അവതരിപ്പിക്കുന്നു സ്പൈസി നൂഡിൽസ്. പക്ഷെ ഇന്ന് രക്ഷപ്പെടുത്തി ഇത് ഞാൻ കഴിക്കില്ല. മെയിൻ എരിയുള്ള സാധനം ഇതാണ് കേട്ടാ. നെവ്മാരി എരിഞ്ഞ് ഓടി ഞാൻ അന്നത്തെ പോലെ ഗുളിക വാങ്ങിച്ച് തിന്നേണ്ട അവസ്ഥ വരും എനിക്ക്. ടാർച്ച എനിക്ക് ഒരു 3000 വരാനുണ്ട്. ആ ചുമ്മാ ഒന്നുകൂടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നിന്റെ അടുത്ത് ഇവിടെ ആരും ചോദിച്ചില്ല. പാടാനിച്ച് കഴിഞ്ഞ വർഷത്തെ ജോളോ ചിപ്സിനെ പറ്റിയാണ്. ജോളോ ചിപ്പ് കഴിച്ച് ഞാൻ 2 ദിവസം വീട്ടിൽ ഇരുന്ന്, ഒരു ദിവസം ഗോളിയെ ഫുള്ള് വാങ്ങിച്ച് തിന്ന് ട്രിപ്പൊക്കെ ഇട്ടു. ചുമ്മാ എന്റെ പൊന്നോ. ഈ ടാർസൻ കഴിക്കില്ലെന്ന് പറയുന്നത്. ടാർസനോട് കഴിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുള്ളിക്ക് ആസ്മയെ കൊള്ളാൻ ചിലപ്പോ എരിയുടെ മണ്ടകര് വല്ലതും പറ്റുമെന്ന് തോന്നും. ചുണ്ടരിയുണ്ടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ. ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ അടുത്തൊരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ജോളോ ചിപ്സിന് ശേഷം നമ്മൾ അടുത്ത് അവതരിപ്പിക്കുന്നു സ്പൈസി നൂഡിൽസ്. ഇന്ന് ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ ടാർസൻ, രാമൻ, വിജയ്. കഴിഞ്ഞ പ്രാവശ്യം ടാർസൻ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചു ടാർസൻ എന്താ കൊടുക്കാത്തതെന്ന്. അതുകൊണ്ടാണ് നന്നായിട്ട് തരാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കഴിക്കുന്നില്ല. കഴിക്കും, പുള്ളി കഴിക്കും. പിന്നെ ലാഗ് അനീഷ് വന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് വേറെ ആരുമല്ല, ഇവള് നല്ല ഫുഡ് ഉണ്ടാക്കി തന്നെ തിന്നാൻ പറ്റില്ല. അപ്പോഴാണ് ഇത് എരിവുള്ള സാധനം ഉണ്ടാക്കി തിന്നാൻ പറയുന്നത്. വെരി ടാസ്ക്. മത്സരിക്കുന്ന എല്ലാവർക്കും എന്റെ ഓൾ ദി ബെസ്റ്റ്. രാമന് എരിയൊരു വിഷയമല്ല. പിന്നെ പുള്ളിക്ക് നമ്മളെ ഈ ചലഞ്ച് സെറ്റ് ആയിട്ട് ഏറ്റെടുത്ത് സെയിം കഴിക്കും. നിനക്ക് എത്ര പോലും കഴിക്കുന്നു മാക്സിമം? അങ്ങനെ പറഞ്ഞു ഭയങ്കര എരിവായിരിക്കും. ഞാൻ ജോളോ ചിപ്പ് നിന്നെ പറഞ്ഞ് കഴിച്ചു. അവിടെ പിന്നെ പാറക്കല്ലിൽ പെയിന്റ് അടിച്ച് ബിരിയാണി എന്ന് പറയാൻ തിന്നിട്ട് പോകും. തിന്നാ മതി. ഇൻട്രോ ഇനി അടുത്ത് നിന്ന് കുഴിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ കുക്കിങ്ങിലോട്ട് പോവാണ്. നോർമൽ നൂഡിൽസിൽ നിന്നും എന്താണ് ഡിഫറൻസ് ഉള്ളതെന്ന് നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഇതിനകത്തുള്ളത് ഫസ്റ്റ് നമ്മുടെ നൂഡിൽസ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മൾ മുളകിന്റെ ചെറിയ ചെറിയ സംഭവം. പിന്നെ ഉള്ളതാണ് ഒരു സോസ്. ഇതാണ് സ്പൈസി സോസ്, മെയിൻ ഇൻഗ്രീഡിയന്റ്. 3 സാധനമാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു മെയിൻ സ്പൈസി ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഈ സോസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മളെല്ലാ നൂഡിൽസും പൊട്ടിച്ച് വെള്ളത്തിനകത്തോട്ട് ഇട്ടു. അപ്പൊ ഇതിനകത്ത് കിടന്നിട്ട് 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണം. അപ്പൊ ഗൈസ്, നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് സോസ് പൊട്ടിക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിന് മൂക്കിന്റെ അടുത്തോട്ട് വയ്ക്കുമ്പോ തന്നെ ഇങ്ങനെ എരിഞ്ഞു കയറുന്നുണ്ട്. ഈ 2 പാക്കറ്റും കൂടെ ഉണ്ട്. ഇത് നടപ്പിച്ച് നോക്ക്. മെയിൻ എരിയുള്ള സാധനം ഇതാണ് കേട്ടാ. നെവ്മാരി എരിഞ്ഞ് ഓടി ഞാൻ അന്നത്തെ പോലെ ഗുളിക വാങ്ങിച്ച് തിന്നേണ്ട അവസ്ഥ വരും എനിക്ക്. എന്തോ ചുവപ്പുള്ളത് ബ്ലഡിന്റെ കളർ. ഞാൻ വെച്ചോട്ടെ. ഹായ്, നല്ല ഒരു കുടിച്ചോ. ഇന്ന് രാമൻ തീരും മിക്കവാറും. ഇത് ഇതേപടി കുടിക്കണമെങ്കിൽ ഞാൻ ഒരു സർപ്രൈസ്. ബ്ലഡ് കട്ട ബ്ലഡിന്റെ കളർ. ഇത് 5 മിനിറ്റ് ആവാറായെന്ന് തോന്നുന്നു. മാഗി 5 മിനിറ്റ് ആയെങ്കിൽ എങ്ങനെയാണ് ഒഴിക്കുന്നത്? 5 മിനിറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് അവിടെ സാധനം കൂടെ സ്റ്റിറോ ഇളക്കിയിട്ട്. CBC ആ പുള്ളിയെ. സ്റ്റിർ എന്നൊക്കെ നമ്മള് കിണ്ടുക എന്ന് പറയും, അല്ലെങ്കിൽ ഇളക്കി വിടുക. കണ്ട, ഇത് നമ്മള് നോർമൽ ബാഗിൽ നിന്ന് വലുതാണ്. കണ്ട, നല്ല കട്ടിയുള്ള മാഗിയാണ്. അത്യാവശ്യം നല്ല കട്ടിയാണ്. നമ്മള് ജോളോ ചിപ്സിൽ അതിന്റെ പൊടിയാണ് എരിയെങ്കിലും ഇതിൽ ഈ സാധനമാണ് കേട്ടോ. പക്ഷേ മണക്കുമ്പോൾ തന്നെ ഭയങ്കര എരി. രക്ഷയില്ല. എന്തായാലും ഇതൊക്കെ മിക്കവാർക്കും കളയേണ്ട അവസ്ഥ വരും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ. ഈ ടാർസൻ കഴിക്കില്ലെന്ന് പറയുന്നത്. ടാർസനോട് കഴിപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പുള്ളിക്ക് ആസ്മയെ കൊള്ളാൻ ചിലപ്പോ എരിയുടെ മണ്ടകര് വല്ലതും പറ്റുമെന്ന് തോന്നും. എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഒരു 108 വിളിച്ചാൽ പെട്ടെന്ന് ഇവിടെ എത്തും. എവളകത്താവും. കാരണം ഇവളാണ് ഇത് കുക്ക് ചെയ്യണം. കാരണം ഇവള് നോർമൽ ഉണ്ടാക്കുന്ന ഫുഡേ കഴിക്കാൻ കൊള്ളില്ല. അപ്പോഴാണ് ഈ സ്പൈസി നൂഡിൽസ്. ഞാനൊക്കെ അടുക്കളയിൽ കയറിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇവരെ വീട്ടുകാർ വന്ന് അടുക്കള കണ്ടതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എന്റെ വീടിന്റെ അടുക്കള തന്നെ അടച്ചു വെക്കണോ? കുറച്ചുകൂടെ വെള്ളം പറ്റുമായിരുന്നു. അത് ഇനിയും പറ്റാൻ സമയം ഉണ്ടല്ലോ. റെസിപ്പിയൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കണമല്ലോ. ഇതിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടു. നിങ്ങളുടെ അവിടുത്തെ മാഗി. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നുമല്ല മാഗി ഉണ്ടാക്കാറ്. ഞാൻ ഇത് ആദ്യം വെള്ളത്തിലിട്ട് പൊടിക്കും. എനിക്ക് ഇങ്ങനെ കഴിയുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് പൊടിച്ചിട്ട് നല്ലപോലെ കുഴമ്പൊരുവാക്കിയിട്ട് എണ്ണ ഒഴിച്ച് ചട്ടിയിലാക്കിയിട്ട് ആ മസാല ഇട്ട് കഴിയും. എനിക്ക് അതാണ് ഇഷ്ടം. ഇതിനെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. ഞാൻ ഉണ്ടാക്കി തരാം, അത് കഴിച്ചു. സൂപ്പറാണ്. ഇതൊന്നും ഉണ്ടാക്കാതെ ഇതല്ലേ ഇത് നോടാ നമുക്ക് വിളവാരം. ഗൈസ്, ഇവിടെ ഒരു 5 ദിവസമായിട്ട് വെള്ളമില്ലായിരുന്നു. 5 ഇവിടെ 7 ദിവസം. കാരണം 2 ദിവസം ഇവിടെ നമ്മുടെ ടാങ്കിൽ ഓൾറെഡി ഫില്ലാവും വെള്ളം. ദിവസമല്ല, ഒരു ദിവസം അത് കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വെള്ളമില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഭാഗ്യമുണ്ട്, വെള്ളം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. എല്ലാവർക്കും ഒന്ന്
ടാർസനും അതുപോലെ തന്നെ അനീഷും രാമനും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കും. കാരണം അവര് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പൈസി നൂഡിൽസ് പ്രിഫർ ചെയ്തത്. പിന്നെ ബിജോയിനെ ഇവിടെ കാണാത്തതിന്റെ കാര്യം വേറെ ഒന്നുമില്ല. പുള്ളിക്കാരൻ ഐസ്ക്രീമും പെപ്സിയും എരി മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ, അതിന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കാരണം എന്തായാലും മിച്ചം വരും, മിച്ചം വരെ നമ്മൾ കളയുക തന്നെ ചെയ്യും. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് വേറെ കൊടുക്കാൻ പറ്റില്ല. വേണം എന്റെ വീട്ടിൽ കൊടുക്കാം. അവര് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അച്ഛന് വിശപ്പുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. കുഴപ്പമില്ല. നല്ലൊരു ഞായറാഴ്ച നമ്മളിത് കുക്ക് ചെയ്യണം. ഞായറാഴ്ചയായിട്ട് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊടുക്കണ്ടേ. വേണ്ട, എല്ലാ ബന്ധുക്കൾക്കും ഓരോന്ന് വെച്ച് കൊടുത്താലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ കുറ്റം പറയുന്ന ആൾക്കാർ, നാട്ടുകാര്, ഇവർക്ക് നമ്മൾ സ്നേഹപൂർവ്വം ഇതോ ജോളോ ചിപ്പൊക്കെ കൊണ്ട് കൊടുക്കണം. എരിഞ്ഞ് അവിടെ ഇരിക്കണം. എരിഞ്ഞ് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കണം. ഉറപ്പായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇങ്ങനത്തെ മാഗിയോ ജോളോ ചിപ്പോ ഞാൻ കൊടുക്കും. ഈ പറയുന്നവന്മാരൊന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണില്ല. നമ്മൾ കാണാത്തപ്പം പോയി കുറ്റം പറിച്ചില്ലേ ഉള്ളൂ. ഉണ്ടായിരുന്ന ഇതൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തേനെ. നല്ല മുട്ടയും കൂടി ഞാൻ ഇട്ടുകൊടുത്തത്. മുട്ട, ചിക്കന്റെ പീസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തേനെ. എന്നാൽ കഴിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ നമ്മൾ ചലഞ്ച് ഇതിലൊക്കെ വീഡിയോ ഇടണ്ടേ യൂട്യൂബിൽ, അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളിനി എപ്പോ ഓടോ എന്നുള്ളത് പറയും, കഴിച്ചു കഴിഞ്ഞിട്ട് അറിയാം. വെയിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇത് തുല്യമായിട്ട് എല്ലാവരും കൊടുക്കുള്ളൂ. അപ്പൊ ഗൈസ്, നമ്മള് ഈ സാധനം ഒഴിക്കാൻ പോവാണ്. സ്പൈസി സോസ്. ബ്ലഡ് തന്നെ അസല്. ബ്ലഡ് പോലെ തന്നെ നമുക്ക് കലക്കൊന്ന് പെട്ടെന്ന് നീ അത് ഒഴിക്കല്ലേ. ഒഴിച്ചാ പിന്നെ ഭയങ്കരമായിട്ട് കലങ്ങണം നമുക്ക്. നമ്മള് ചില്ലി സോസ് ഇതിന്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞു. കട്ട ബ്ലഡ് ഇല്ലേ, ബ്ലഡ് പോലെയാണ് ഇതിന്റെ കളർ. അല്ല, ഇതും ഇപ്പൊ ബ്ലഡിനകത്ത് ഇട്ട് നമ്മൾ ചൂടാക്കിയത് പോലെയാണ് ഫീൽ ചെയ്യണം. പക്ഷെ ഇതിന്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ മറ്റേ സ്പൈസി ആയിട്ട് നമ്മൾ വരുമല്ലോ, അതിന്റെ ഒരു സ്മെല്ലാണ്. ചിലപ്പോൾ തുമ്മാനൊക്കെ ചാൻസ് ഉണ്ട്. എരിഞ്ഞു കയറും. ഇതിന് ഒരു 30 സെക്കൻഡ് അല്ലേ, 30 സെക്കൻഡ് കൂടി വെക്കണം. എന്നിട്ട് ഈ സാധനം നമ്മൾ ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. ഫ്ലേക്സ്. എന്താ ഫ്ലേക്സ്? നമ്മള് മറ്റേ മുളകിന്റെ പെട്ടാലോ. നമ്മളപ്പോ ഫ്ലേക്സും കൂടി ഇതിന്റെ അകത്ത് ആഡ് ചെയ്യട്ടെ. അപ്പൊ ബിജോയ് പോയി ലാസയുടെ ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു. ലാസയുടെ പരസ്യമില്ല, ലാസ നല്ല ഐസ്ക്രീം ഇല്ല. ഞാൻ നല്ലത് നോക്കിയാ മേടിക്കാറുള്ളൂ. പെപ്സി അത് നല്ലത് നോക്കിയാ അത് 2 കുപ്പി മേടിച്ചിട്ടുണ്ട്. എരി അഥവാ കൂടുതലാണെങ്കിൽ കഴിക്കാനായിട്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് കഴിച്ചു തുടങ്ങി നിർത്താതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അടുത്ത ഐസ്ക്രീം വാങ്ങിക്കാൻ പോകും. ഞാൻ പോകത്തില്ല. കഴിഞ്ഞ വർഷത്തെ ജോളോ ചിപ്സിനെ പറ്റി. ജോളോ ചിപ്പ് കഴിച്ച് ഞാൻ 2 ദിവസം വീട്ടിൽ ഇരുന്ന്, ഒരു ദിവസം ഗോളിയെ ഫുള്ള് വാങ്ങിച്ചു തിന്ന് ട്രിപ്പൊക്കെ ഇട്ടു. ചുമ്മാ എന്റെ പൊന്നോ ഇതായതല്ല. നമ്മുടെ ടാർസന്റെ അടുത്ത് നോക്കി. ടാർസൻ നമ്മളെ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ടാർസ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജോളോ ചിപ്സിനെ പറ്റി എന്താണ് അഭിപ്രായം? കണ്ടതല്ലേ നിങ്ങൾ? കണ്ടതല്ലേ വീഡിയോ? ജസ്റ്റ് കണ്ടില്ലേ? കണ്ട് കണ്ട് എനിക്കത് കഴിക്കാൻ തോന്നി. കഴിക്കണമെന്ന് തോന്നില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം, ചെറിയ എരിവിന് എനിക്ക് ഇച്ചിരി ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെ അധികം എരിവ് കഴിക്കത്തില്ല. ഞാൻ അന്ന് എറണാകുളത്തായിരുന്നു. അത് നല്ലതായി എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഇന്ന് രക്ഷപ്പെടുത്തി. ഇത് ഞാൻ കഴിക്കില്ല. ഡോക്ടർ ഉണ്ട്, എന്ത് എരിവിനെയും സ്റ്റാൻഡേർഡ് പോലെ കാണിക്കത്തുള്ളൂ. പുള്ളി എന്താണ്, ഇത് വയറ് നല്ല നിറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. അത് കുറച്ച് കഴിച്ചാൽ മതി. ടാർസനാണെങ്കിൽ ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് തിന്ന് അവസാനം ഇവിടുന്ന് കുരച്ച് മിക്കവാറും അടുത്ത ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഇവിടുന്ന് 4 കിലോമീറ്റർ ഉള്ള എരിയെ പോലും പേടിയില്ലാത്ത പുള്ളിയുണ്ട്. അപ്പോഴേ ഷവേഷായി കിടക്കുകയാണ്. എന്താണ് മണം അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നു. കൊതിയാവണം, പെട്ടെന്ന് എടുത്തോണ്ട് വാ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എരിഞ്ഞ് ഇങ്ങനെ ആക്കിയ പുള്ളിയാണ്. നമുക്ക് നോക്കാം. ഗൈസ്, മേഘ കുക്ക് ചെയ്തിട്ട് മേഘ ഫ്രീസറിന്റെ തലോട്ട് വെച്ചേക്കണ്. എന്താടി, എന്ത് പറ്റിയാ? മുഖമൊക്കെ നീറണ്, ഇവിടെയൊക്കെ ഇങ്ങനെ നീറണ്. തന്നെ ഇത് പിടിച്ചോ. അപ്പൊ ഈ എരിയുള്ള ആവിയൊക്കെ മുഖത്ത് ഇങ്ങനെ കൊള്ളണ്, പറ്റൂല. ഗൈസ്, അപ്പൊ ഇത് കുക്കായി കഴിഞ്ഞു. നമുക്ക് ഇനി ഫ്ലേക്സ് ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഇത് മറ്റേ സാധാ മാഗിയൊക്കെ ചുണ്ട് വെച്ച് വലിച്ചങ്ങ് എടുക്കരുത്. ചുണ്ട് മറ്റേ മഴത്തുള്ളിക്ക് കത്തില്ല, കൊച്ചിങ്ങനിയുടെ ചുണ്ടാണ്. ടൈറ്റാനിക് മാതിരി ഇറുക്കും. ഇതാണ് അതിന്റെ എരിവിന്റെ സാധനം. അതല്ല, ഇത് ഫ്ലേക്സ് എന്ന് പറയും. ഇത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇത് കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതിന് എരിവാണോ അതിന്റെ ടേസ്റ്റ് എന്താണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കാണാനും അതിന്റെ മണം അടിക്കുമ്പോഴും നല്ല കൊതി വരുന്നുണ്ട്. സത്യം പറയാ, ഒരു മാനസികമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതിന് എരിയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിൽ അല്ലടാ. കാരണം കറക്റ്റ് പരുവം, പക്ഷെ ഇത് എരിവുള്ള ഒരു സാധനമാണെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. ചിലപ്പോ ജോളോ ചിപ്പിന്റെ അത്ര കാണില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. കാരണം ഇപ്പൊ ആവിലൊന്നും, പക്ഷെ ഇപ്പൊ എരി പറഞ്ഞില്ല കേട്ടോ. മൂക്കൊക്കെ എരിയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിട്ട് ഇപ്പൊ വരും. അതിഥികൾ പോവരുത്. എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തവർക്ക് കൂടി കൊടുക്കാം. ആൾക്ക് നമ്മൾ കറക്റ്റ് അനുപാതത്തിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. ഗേള് കുറച്ച് ഇത്ര മതി. നിനക്കല്ല ഇത്, നിനക്കില്ല. കുറച്ച് കൊടുത്താൽ മതി. അവർ കഴിക്കണേ നമുക്ക് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എടുത്ത് വെച്ച് കഴിക്കാം. ഈ പ്ലേറ്റ് ഞാൻ തന്നെ കഴുകി വെക്കണമല്ലോ. ആര്? മേഘു. അങ്ങനെ ഞാൻ
അപ്പൊ ഗായ്സ് എല്ലാവർക്കും സെർവേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാണുമ്പോ എങ്ങനെ തോന്നുന്നു? കണ്ടപ്പോ കഴിക്കാൻ തോന്നുന്നു. രാമനോ? കഴിക്കാൻ കൊതിയാവണ്. ഇത് തുടങ്ങിയ നമുക്കിപ്പം അനീഷ് ഏട്ടായി ഒരു കൊതിയും തോന്നില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ലൈഫില് ഫസ്റ്റ് ടൈം ആണ് നമ്മളെല്ലാരും. ആരും ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ. കഴിച്ചോട്ടെ ഗൈസ്. കുഴപ്പമില്ലല്ലേ? ചിലപ്പോൾ പിടിക്കാൻ സമയം എടുക്കും. അങ്ങനെ എടുക്കും അങ്ങനെ എടുക്കും. തുടക്കത്തിൽ ഭയങ്കര രസമായിരുന്നു. കുറച്ചേരം വെയിറ്റ് ചെയ്യാം. കഴിച്ചോക്ക് കഴിച്ചോക്ക്. ടൊമാറ്റോ സോസ് ഒഴിച്ചോട്ടെ. അൺവാണ്ടർ ഇല്ലെന്ന് എന്റെ കണ്ണിൽ നിന്ന് വെള്ളം എന്റെ ഓൾറെഡി വന്ന് ഞാൻ പിടിച്ചു കണ്ടിട്ടില്ലേ. എനിക്ക് അത്ര എരി ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എനിക്ക് എരി ഫീൽ ചെയ്ത് തുടങ്ങിയില്ല. ഇത് ഫുള്ള് തിന്നുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇടാ. ഈ പറയുന്ന പോലെ ഇത് ഭയങ്കര എരിവുള്ള ഒരു നൂഡിൽസ് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലൊരു സംഭവം വിചാരിച്ചു വെച്ചിരിക്കൂലേ, ഒരു വായിൽ വെക്കുമ്പോ തന്നെ ഒരു പുകച്ചിലൊക്കെ. അതൊന്നുമില്ല. നോർമൽ നൂഡിൽസില് കുറച്ച് നമ്മൾ മുളക് പൊടി അല്ലേ, മുളക് പൊടി അത്രേ ഉള്ളൂ. ചോളച്ചുപ്പ് കഴിച്ചതിന്റെ അത്ര മസാല. പക്ഷെ ഇതിന് കഴിച്ചതിന് ശേഷം ഇതിന്റെ എഫക്ട് വരുമോ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് വയറിലോട്ട് പോയതിന്റെ ഒരു ചെറിയൊരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഗുളിക കഴിക്കേണ്ടി വരും. മേഘ കണ്ടോ എന്ത് ആസ്വദിച്ച് കഴിക്കുന്ന ഫുഡ്. എങ്ങനെയുണ്ട്? സ്വന്തമായിട്ട് കുക്ക് ചെയ്തല്ലേ? ഞാൻ കുക്ക് ചെയ്തോണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ കറക്റ്റ് പരുവം. നല്ല വെന്ത് ആ നൂഡിൽസിന്റെ ആ ഒരു അത് ഞാൻ പറഞ്ഞു ഒരു പാസ്ത കഴിക്കുന്ന ഫീല്, നൂഡിൽസ് കഴിക്കുന്ന ഫീൽ അല്ലേ? നല്ല കൈപ്പുണ്യുള്ള കൊച്ച. പിന്നല്ല ചോളച്ചിപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എരിവില്ല. എരിവില്ല. ചോളച്ചിപ്പ് നാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പുകയും മൊത്തം കണ്ണ് കാണാൻ വയ്യ. കാരണം രാമൻ എന്ന് പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞാൽ മുളക് വരെ അല്ല ചോദിച്ചിരുന്ന പുള്ളിയാ. പക്ഷെ പുള്ളിക്ക് പറ്റിയില്ല. കാടിന്റെ സീക്രട്ട് അതാണ് മുളക് പൊടി. ഓ അതെന്തിനൊക്കെ ഫണ്ണത് ടാർസ. കുറച്ച് കാര്യമായിട്ട് കണ്ണ് എന്റെ ഫണ്ട് കൂടെ പ്രസക്തി ഇല്ല കൈസ്. എന്റെ ഫണ്ടിന് പുള്ളി ചാന്ത് കൂട്ടണേ ഉള്ളൂ, തിന്നണില്ല. പുള്ളി ഡബിൾ മൈൻഡഡ് ആണ്. എന്താന്ന് വെച്ചാൽ ഇത് കഴിച്ചാ വലിയ എരിവില്ല ഇപ്പൊ, പക്ഷെ പുള്ളിക്ക് ഒരു മനസ്സിലെ ടെൻഷൻ ഉണ്ട്. ഇത് ഉള്ളിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോ പണിയാവോ എന്നുള്ള ടെൻഷനിലാണ്. അത് മാത്രമല്ല ഞാൻ നന്നായിട്ട് ഫുഡ് നന്നായിട്ട് കഴിച്ചിട്ടാണ് വന്നത്. ഇത് ഫുള്ള് കഴിച്ചാ എന്തിനു കാണിച്ചു നിനക്ക് 1000 രൂപ. പിന്നെ ഫുള്ള് കഴിച്ചാൽ നിനക്ക് 1000 രൂപ. ഇത് ഇത്രയും ആ ഇതും കൂടെ കഴിയണം. ഇത് ഒരെണ്ണത്തിന് 1000 രൂപ വെച്ചിട്ട് നീ കഴിച്ച കുഴപ്പമില്ല. 200 രൂപ ഗുളിക്ക് 1 2 3 4 5000 രൂപ ഉണ്ട്. നിനക്ക് ഇത്ര കഴിച്ച 6000 രൂപ. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ബിജോയ്. 1000 രൂപ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഫുള്ള് തിന്നാൻ പോയത്. ഓക്കെ മോളുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ അച്ഛൻ ഓർഡർ ഭർത്താവിന് കൊടുക്കാം. ഒരുപാട് കഴിച്ചോണ്ടാ. 1000 രൂപ കിട്ടുമെന്നുള്ള മാപ്പില് കുറച്ച് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കഴിക്കുമ്പോ എന്തായാലും എരിവുള്ള ചിക്കൻ കറി ആണെങ്കിലും ഒരുപാട് കഴിക്കുമ്പോൾ എരിച്ചിൽ വരും. പക്ഷെ എരിവുള്ള ചിക്കൻ കറി കഴിച്ചിട്ട് കുറച്ച് ഒരു അപ്പം കൂടെ തിന്നാൻ ഒരു കുഴപ്പമില്ലാട്ടോ. ബിജോയുടെ കണ്ണിന് വെള്ളം വന്ന് തുടങ്ങി കേട്ടോ. പക്ഷെ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. ബിജോയ് ടാബ്ലറ്റ് വാങ്ങിച്ചോട്ടാ. ഞാൻ കഴിക്കില്ലടാ. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? ഒന്നാ ഞാൻ ഗേളാണ്, എനിക്ക് പേടി. ഒരു കുഴപ്പമില്ല. വേണ്ട കേട്ടോ. ഞാൻ ഫിനിഷ് ആയിട്ട് എവിടെയെങ്കിലും പോയിരിക്കട്ടാ. എന്ത് വിഷയമാണ്? എന്റെ ടാർസലുണ്ട് ഈ ചലഞ്ചില്. ബിജോയ് എന്ത് ഞാൻ എന്നിട്ട് ആർസം ജയിക്കും എന്തിനാണ് പിന്നെ ഞാൻ കുത്തി കാട്ടിട്ട് എന്തിരിക്കും. കണ്ണിന് വെള്ളം വന്നിറങ്ങാട്ടെ. അത് അല്ലെങ്കിലും ഈ കണ്ണിൽ മറ്റേ എനിക്ക് ഒരുപാട് തല തിരിക്കും. എല്ലാവർക്കും ശരി എരി വന്ന് തുടങ്ങി കേട്ടോ. ജോളജിപ്പിന്റെ അത്രയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ വയറിൽ ചിലപ്പം ഒരു ഇതുണ്ടാവാനുള്ള ചാൻസ് എനിക്ക് കൂടുതലാണ്. കുറച്ച് കഴിയുമ്പോൾ ബിജറ്റ് ഗോ ആൻഡ് എനിക്ക് മൂക്കിനൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. മൂക്കള ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു. എന്തിനാണെന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ പുള്ളിയെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ സ്വാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല അത്രയും വലിയ എരിയില്ല. ഇല്ല പക്ഷെ രാമൻ വേർക്കുന്നുണ്ടല്ലോ. പെപ്സി കുടിക്കുമ്പോൾ നല്ല രസമായിരുന്നു. പെപ്സി കുടിക്കാൻ കുഴപ്പമില്ല കേട്ടോ. അത്ര എരിയില്ല സഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ഫിനിഷ് ചെയ്തേ. ചെക്ക് എഴുതി കൊടുത്തു തരാം മാബു. ഞാൻ ഫിനിഷ് ചെയ്ത് കഴിക്കില്ല. കുടിക്കാൻ പോവുകയാണ്. പ്രൊസീഡ് ടാർസൻ. ഐസ്ക്രീം എടുത്തോ? എനിക്ക് മതി. ടാർസൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കഴിച്ചത്? പുള്ളി അതാണ് ആദ്യമൊക്കെ അങ്ങനെ പറയെങ്കിലും മറ്റേ നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണില്ല അതുപോലത്തെ ഒരു പുള്ളിയാണ്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് ആണ് കുട്ടിയോ. ആ പുള്ളിയാണ്. അതാ കുട്ടിയുടെ ടാർസൻ. ഇനി ഇവിടെ നിന്ന് പിടയ്ക്ക് പുഴി പിടയ്ക്കുന്ന മതി. അല്ല വയറിനകത്തൊരു ഉരുണ്ട് കയറ്റം തോന്നുന്നുണ്ടോ? തലത്തിരിയണില്ലേ? ജോളോ ചിപ്പ് കഴിച്ചതിന് ശേഷം എന്റെ നാക്കിന്റെ ഏരിയൊക്കെ അതിന്റെ അത്ര ഉണ്ടെങ്കിൽ ഇനി ഏരിയ ആയിട്ട് ഞാൻ കൂട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്റെ നാക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. പക്ഷെ പുള്ളി ആദ്യമായിട്ട് കഴിച്ചതുകൊണ്ടാണ് പുള്ളിക്ക് ഇത് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം പുള്ളി കഴിഞ്ഞ വർഷം ജോളോ ചിപ്പ് കഴിച്ചിട്ടില്ല. ഞാൻ ചോളച്ചിപ്പ് കഴിച്ചിട്ടില്ല പക്ഷെ പുള്ളിക്ക് എരിയുന്നുണ്ട് കേട്ടാ.
അതെ നമ്മൾ ജോളജി പഠിച്ച് നമ്മളൊക്കെ ഇമ്മ്യൂണിറ്റി കൂടി നാക്കിന്റെ ഏരിയ ടാർസൻ പറ്റുന്നില്ല കണ്ടോ. പക്ഷെ നാക്കിൽ ഉരുണ്ട് കയറുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്, പ്രശ്നമാവില്ലെങ്കിൽ. ഞാന് എനിക്ക് തന്ന സാധനം കഴിച്ചിട്ട് ഒരു 2 മിനിറ്റായി. 2 മിനിറ്റ് വരെയും എനിക്ക് മറ്റേ അസഹനീയമായിട്ടുള്ള സംഭവമൊന്നുമില്ല. അത് ഞാൻ ഈ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഇല്ലാതെ ഉള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കുമ്പോ എരി വരണം. ഇത് ടാർസൻ മാത്രം കഴിച്ചാൽ ടാർസിന് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നേരത്തെ ജോളജി പോയി അതിന്റെ അത്ര ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യും. ടാർസ് ഫസ്റ്റ് കഴിയണോ ടാർസിന്റെ കറക്റ്റ് അറിയാൻ പറ്റും. ശരിക്കും ചുണ്ടിന് ഇവിടെ എത്ര അടിക്കണുണ്ട്, നല്ല ഏരി. രാമ ഒരു ഉമ്മൻ തരട്ടെ, ഞാൻ നല്ല ഏരിയ ഉണ്ട് ചുണ്ടില്. ബിജോയ്ക്ക് പക്ഷെ ഒന്നും ആയില്ല കേട്ടാ. അയ്യോ 1000 രൂപ തരാന്ന് പറഞ്ഞിട്ട് കഴിച്ചില്ലടാ. എനിക്ക് 1000 രൂപ തരണത് നീ കാണിക്കണേ. ഗൂഗിൾ പേയിൽ അയക്കാം, സെർവർ ഇഷ്യൂ ആയിരിക്കും. ആ ടാർസൻ എനിക്ക് ഒരു 3000 വരാനുണ്ട്. എന്തിനാടാ? ആ ചുമ്മാ ഒന്നുകൂടി. ടാർസന് നമ്മൾ ഇതിനുള്ള ഒരു ട്രീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊരു ബിഗ് സർപ്രൈസ് ആണ്. ആ ടീഷർട്ട് കൊണ്ട് ഒരു ഫുള്ളോക്കിന്റെ ടീഷർട്ട് ടാർസൻ കൊടുത്തേ. ഈ ട്രീറ്റിന്റെ പൈസ രാമന് ഐസ്ക്രീം തന്നെ കഴിച്ചു ഫുള്ള്. ടാർസന് ഞാൻ ഈ ടീഷർട്ട് കൊടുക്കും, സൈസ് സ്ലീവിന്റെ. സൂപ്പർ. വിജയ് തേഞ്ഞ ചേട്ടാ, വിജയ്ക്ക് കിട്ടുമായിരുന്നേ. ഇത് ഫുള്ള് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, പക്ഷെ ടാർസന് മാത്രമേ ഇത് ഉള്ളൂ. ഇത് സർപ്രൈസ് ആയി ഞാൻ വെച്ചിരുന്നത്. ഐസ്ക്രീം ഇല്ലാത്ത സമയത്ത് പറ്റല്ലോ കേട്ടെ, നല്ല അരിയുണ്ട് എനിക്ക്. അരെ ടാർസന് കൂട്ട് ഞാനും ഉണ്ട്. എന്നാ ഇനി കഴിച്ചായിരിക്കും. ഞാൻ നോക്കൂലേ. കഴിയണ പോലെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. കമോ ബിജു, കമോ കമോ. എന്തായാലും ചത്തു പോകൂല. കമോ ഈസി. ആ ബിജയ് ബിജയ് ബിജയ്. ഓ ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു 2000 കടം വാങ്ങിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഈ പറ്റില്ലെന്ന് ഞാൻ തീർത്തിരിക്കുന്നു. ടോസ്ഡ് ചുമ്മേ. ഈ ചലഞ്ച് ഞാനും ടാർസനും ബിജോയും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വിഷയമില്ല, ഇവിടെ ഇത്തിരി എരിവുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ 1/2 മണിക്കൂർ ഐസ്ക്രീം തിന്നാ നിൽക്കാൻ കൂടെ ചലഞ്ച് ചെയ്യാം. ഓക്കെ എങ്കിന്നില്ല. ഓക്കെ. എന്തെല്ലാം വരട്ടു പുല്ല് എന്നത്തൊരു ഉരുണ്ടേറ്റുണ്ടേ. എന്നെ നോക്കിയാ വയ്യത്തെ പോകത്ത് എന്നെ മേലടെ ഉള്ളു എന്നെ നോക്കാൻ. എന്നെ നോക്കാൻ ആരുമില്ല guys. എന്നെ നോക്കാൻ ആരുമില്ല. നിന്നെ നോക്കാൻ ആരുമില്ലേ? ഇവന് ഗേൾഫ്രണ്ട് ഉണ്ട്. ഇവനെ നോക്കാൻ ആൾക്കാർ കൂടുതലാണ്. ഇത് ഫുള്ള് കഴിച്ച എരി ഉണ്ട് കേട്ടാ. ഇച്ചിരി നക്കിയമാർക്ക് ഇച്ചിരി എരിയ കാണുള്ളൂ. എരിയുണ്ട്. ഐസ്ക്രീം തിന്നായിരിക്കട്ടെ. എത്ര സമയം? ഇനി 5 മണിയാവാൻ 15 മിനിറ്റ് ഉണ്ട്. 12 മണിക്കൂർ ഇരുന്നി ഒന്നും കഴിക്കാതെ അങ്ങനെ റെക്കോർഡ് ഇടുന്നു. ചുണ്ടെരിയുണ്ടാ. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എങ്ങനെയാണെന്ന് വെച്ചാ അവിടെ പോയിട്ട് ചുണ്ടനായി. എന്റെ ഒരു ഇത് പറയണമെന്നുണ്ടെങ്കിൽ ജോളജിപ്പിന്റെ അത്ര ഏരിയ ഇല്ല, പക്ഷെ ഇത് ഫുള്ള് കഴിച്ചപ്പോൾ ചുണ്ടിന്റെ ഇവിടെ നല്ല ഏരിയ ഉണ്ട്. പിന്നെ വയറിലോട്ട് കയറുമ്പോൾ ഉരുണ്ട് കയറുന്നുണ്ട്. ശരിക്കും ജോളജിപ്പിന്റെ അത്ര ഒരു എഫക്ട് തോന്നല്ല. ഞാൻ ജോളജിപ്പ് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ എരിവ് എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ പൊതുവെ എരിവ് അധികം കഴിക്കാത്ത ഒരാളാണ്. ഒരുപാട് എരിവ് ഞാൻ കഴിക്കത്തില്ല. കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആക്കിയൊക്കെയാണ് കഴിക്കണം. അപ്പൊ എനിക്ക് ഇത് അത്യാവശ്യം എരിവ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും ഇതൊരു വലിയ എരിവ് അല്ല എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ ഞാൻ അധികം എരിവ് കഴിക്കാത്ത ആളാകൊണ്ട് എനിക്ക് ഈ എരിവ് ഇതാണ്. എനിക്ക് ഇത് പോകുന്ന ആ ഒരു വഴിയേ ഒരു പുകച്ചിലുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നിന്റെ അടുത്ത് ഇവിടെ ആരും ചോദിച്ചില്ല, പാടാനിച്ച്. അല്ലേ എനിക്ക് കുഴപ്പമൊന്നും നമ്മൾ നല്ല എരിവുള്ള ഒരു കാന്താരി ചിക്കൻ തിന്ന കണക്കേ തോന്നണുള്ളൂ. വേറെ ഒന്നും തോന്നണില്ല. അപ്പൊ ഗായ്സ് ഇത്രേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ജോളജിപ്പിന്റെ അത്രയില്ല, ജോളജിപ്പാണ് ബെറ്റർ. പിന്നെ അനീഷിനെ അറിയാലോ, ടേസ്റ്റ് നോക്കാൻ മാത്രമേ കഴിച്ചോളൂ. എരിവുണ്ട്, നല്ല അത്യാവശ്യം എരിയുണ്ട്. ജോളജിപ്പിന്റെ അത്ര എരിയൊന്നുമില്ല. ഞാൻ നാട്ടിൽ നല്ല എരിയുണ്ട്. ഐസ്ക്രീം കഴിച്ചപ്പോ ഓക്കെ, അത്രയ്ക്ക് കഴിച്ചോളൂ ഞാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എരി മാറിയിട്ടുണ്ട്. വേറെ വിശ്വസിക്കുന്നില്ല. അടുത്ത് മൈകടുത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. വയറൊരു പുകച്ചില്ലെങ്കിൽ വയറാണ് പ്രശ്നം. ഇത്ര എങ്ങനെ പോയി വയർ. ജോളജിപ്പിന്റെ അത്ര ഉണ്ടോ? അയ്യോ അത്ര ഒട്ടുമില്ല. ജോളജിപ്പിനെ കടി എന്ത് വേണം? എനിക്ക് ഈ തൊണ്ടയുടെ ഭാഗത്ത് നല്ല എരിവുണ്ട്. എന്നാലും സഹിക്കാൻ പറ്റുന്ന എരിവ് തന്നെ. ഭയങ്കര ഇതൊന്നുമില്ല. ജോളജിപ്പിന്റെ അത്രയൊന്നും ഒരു കാരണവശാലും ഇല്ല ഈ സാധനം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുവരെ ബൈ ഗൈസ്.